1008 വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ കർണാടകയിൽ ആദി എന്നൊരു യോഗി ജീവിച്ചിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ജന്മം മുതൽ ഈ മുഴുവൻ ഭൂമിയെയും സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു യന്ത്രം നിർമ്മിക്കാനുള്ള പരിശ്രമത്തിലാണ്. ഈ ലൈഫ് ടൈമും ആ പരിശ്രമം റീസ്റ്റാർട്ട് ചെയ്ത് അതിനെ വിജയകരമായി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. യന്ത്രം നിർമ്മിക്കാനും അതിനെ 100% പൂർണ്ണതയോടെ ഭൂമിയിൽ സ്ഥാപിക്കാനും തന്നെ കൂടാതെ കൃത്യം 7 പേരുടെ ആവശ്യം കൂടെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനുവേണ്ടി സൗത്ത് ഇന്ത്യ മുഴുവനും യാത്ര ചെയ്ത് വിത്തിൻ 2 years ഓഫ് ടൈം 7 പെൺകുട്ടികളെ, തൻ്റെ ലൈഫ് മിഷൻ പൂർത്തീകരിക്കാൻ ശക്തിയുള്ള 7 ദേവി അംശങ്ങളെ ആദി കണ്ടുപിടിച്ചു. ഈ 7 പേരും സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരായിരുന്നു. ഒരാൾ ഗ്രാമത്തിലായിരുന്നെങ്കിൽ മറ്റൊരാൾ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഏക മകളായിരുന്നു. മറ്റൊരാൾ ആദിവാസി കൂട്ടത്തിലെ നേതാവായിരുന്നു. പക്ഷെ സംഹാവ് ആദിയെ കണ്ട അടുത്ത നിമിഷം അവർക്ക് മറ്റെല്ലാം അർത്ഥശൂന്യമായി. അവൻ്റെ കൂടെ സഞ്ചരിക്കാനും അവനൊപ്പം ജീവിക്കാനും മാത്രമേ അവർ ആഗ്രഹിച്ചിരുന്നുള്ളൂ. ഈ ഭക്തിയോടൊപ്പം താൻ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യകളും ഒരു ചെറിയ തെറ്റുപോലുമില്ലാതെ മാസ്റ്റർ ചെയ്യുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഇവർ തന്നെയാണ് യന്ത്രത്തിന് യോഗ്യരെന്ന് ആദിയും ഉറപ്പിച്ചു. ആദി നൽകിയ തീവ്രമായ പരിശീലനങ്ങൾ ഓരോന്നായി അവർ വിജയിച്ചു വന്നു. യന്ത്രത്തിൻ്റെ സമ്പൂർണ്ണ പ്രതിഷ്ഠയ്ക്കും ആവശ്യമായ സാമർഥ്യം ആ പെൺകുട്ടികൾ ചുരുങ്ങിയ സമയം കൊണ്ട് നേടിയെടുത്തു. ക്രമേണ ആ 7 പേരോടും ആദിക്ക് അതിരില്ലാത്ത ഇഷ്ടവും അഭിമാനവും ഉണ്ടായി. അവരാകട്ടെ ആദിയെ സ്വന്തം പതിയായി ഉള്ളിൽ സ്വീകരിച്ച് എന്നും അവൻ്റെ കൂടെ തന്നെ വസിച്ചു വന്നു. 7 പേരും പ്രാണശക്തിയുടെ എല്ലാ തലങ്ങളിലും തയ്യാറായി എന്ന് ഉറപ്പായപ്പോൾ അവർ വസിച്ചിരുന്ന വനത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഗ്രാമത്തിൽ ചെന്ന് ഗ്രാമീണരുടെ അനുവാദത്തോടെ അഡീഷണലി 108 യുവതികളെ കൂടി യന്ത്രനിർമ്മാണത്തിന് വേണ്ടി പരിശീലനം നൽകി. അവരും തയ്യാറായപ്പോൾ ഇനി വരുന്ന അമാവാസ്യയ്ക്ക് തൊട്ടു മുൻപുള്ള ദിവസം രാത്രി യന്ത്രത്തെ പ്രതിഷ്ഠ ചെയ്യാനുള്ള ദിവസമായി ആദി പ്രഖ്യാപിച്ചു. കോയിൻസിഡൻസ് ആണോ ദൈവത്തിൻ്റെ ലീലയാണോ എന്നറിയില്ല. അവൻ തിരഞ്ഞെടുത്ത ദിവസം ആക്ച്വലി ഒരു ശിവരാത്രിയായിരുന്നു. യൂഷ്വൽ ശിവരാത്രി അല്ല, ശിവരാത്രിയും കുംഭമേളയും ഒരുമിച്ച് വരുന്ന വൺ ഓഫ് ദ റയറസ്റ്റ് ശിവരാത്രി. ഈ പ്രത്യേകത അവിടെയുള്ള ആരും ശ്രദ്ധിച്ചില്ല എന്നതാണ് മറ്റൊരു അത്ഭുതം. ഫൈനലി വെൻ ദ ഡേ അറൈവ്ഡ് ഹി പ്രിപ്പയർഡ് എവ്രിവൺ. വെസ്റ്റേൺ ഗട്ട്സിനടുത്തുള്ള ഒരു അൺഐഡൻറ്റിഫൈഡ് ലൊക്കേഷനിൽ ഒരു സവിശേഷ താന്ത്രിക യന്ത്രത്തിൻ്റെ രൂപത്തിൽ 108 യുവതികളെയും ഇരുത്തി. അവർ ആദിയുടെ ഉപദേശപ്രകാരം നിഗൂഢമായ ധ്യാനനിലകളിൽ സ്വയം മുഴുകി. വനത്തിൻ്റെ പല ഭാഗത്തായി പല ഗ്രൂപ്പുകളായാണ് ഇവർ ഇരിക്കുന്നത്. ഒരു ഗ്രൂപ്പിൻ്റെ എനർജികളെ മറ്റ് ഗ്രൂപ്പുകളുടെ എനർജിയായി ബന്ധിപ്പിക്കുന്നത് ആദിയുടെ ചുമതലയായിരുന്നു. ഹി വെൻ ടു ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്തും ചെന്ന് അവരുടെ ഊർജങ്ങളെ സ്വന്തം ചക്രങ്ങളിലേക്ക് ആവാഹിച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്നും മുകളിലേക്ക് യന്ത്രത്തെ ഉയർത്തി സ്ഥാപിച്ചു. കാരണം ഒരു യന്ത്രം ഗ്രൗണ്ട് ലെവലിൽ എസ്റ്റാബ്ലിഷ് ആയാൽ ആ യന്ത്രം ഏതെങ്കിലും തരത്തിൽ ഫിസിക്കലി ഡിസ്റ്റർബ് ആയാൽ അതിൻ്റെ മുഴുവൻ എനർജിയും കൊളാപ്സ് ആവും. അത് ഭാവിയിൽ ഉണ്ടാവാതിരിക്കാനാണ് യന്ത്രത്തെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരുപാട് മുകളിൽ അവൻ സ്ഥാപിച്ചത്. ഈ ജോലി പൂർത്തിയായപ്പോൾ യന്ത്രത്തിൻ്റെ നടുവിലായി ഇരിക്കുന്ന അവൻ്റെ 7 യോഗിനികളുടെ അടുത്ത് ചെന്ന് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങി. യന്ത്രത്തിന് അകലെ ഇരിക്കുന്ന മറ്റ് ഗ്രൂപ്പുകളുടെ എനർജി തമ്മിൽ കണക്റ്റായി ഒരു വലയം നിർമ്മിക്കപ്പെട്ടു എന്നുറപ്പായപ്പോൾ ആ 7 യോഗിനികൾ അവരുടെ മുഴുവൻ ഊർജങ്ങളെയും ആദിയുടെ അനാഹതയിലേക്ക് എക്സ്ട്രീം ഫോഴ്സിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ആദി ഈ ഊർജങ്ങളെ തൻ്റെ അനാഹതയിൽ സ്വീകരിച്ച് അവിടെ നിന്നും വിശുദ്ധിയിലേക്ക് ഉയർത്തി യന്ത്രത്തിൻ്റെ മൂലസ്ഥാനത്തെ സങ്കല്പസിദ്ധിയാൽ പ്രതിഷ്ഠിക്കാൻ ആരംഭിച്ചു. പക്ഷേ പ്രതിഷ്ഠ പൂർത്തിയാവാറായപ്പോൾ ഒരു കുഴപ്പം പറ്റി. ആദിയുടെ വിശുദ്ധി ലിമിറ്റിന് മേലെ റേഡിയേറ്റ് ആവാൻ തുടങ്ങുകയും ആ വനത്തിലുള്ള സകല മൂർഖൻ പാമ്പുകളും അവനെ തേടി വേഗത്തിൽ ഇഴഞ്ഞു വരാൻ തുടങ്ങുകയും ചെയ്തു. അവിടെയുള്ള യുവതികളിൽ ആദിയുടെ 7 കുട്ടികൾ മാത്രമേ ഫുള്ളി അക്കംപ്ലിഷ്ഡായ യോഗിനികൾ എന്ന് പറയാൻ സാധിക്കൂ. ബാക്കിയുള്ള 108 പേരും പലവിധം മെച്യൂരിറ്റി ഉള്ളവരാണ്. യന്ത്രത്തിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിലുള്ളവർ ഇവരിൽ ഏറ്റവും സാധാരണയായ യുവതികളാണ്. അവർക്ക് ഈ കാഴ്ചയൊന്നും കണ്ടിരിക്കാനുള്ള ശക്തിയോ മനക്കരുത്തോ ഉണ്ടാവില്ല. ഇത്രയും നാഗങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടേക്ക് വന്ന് അവരുടെ ശരീരത്തിലൂടെ ഇഴയാനും പത്തിയെടുത്ത് നിൽക്കാനുമൊക്കെ ആരംഭിച്ചതോടെ എല്ലാ സ്ത്രീകളും പേടിച്ച് പല വഴി ഓടാൻ തുടങ്ങി. ബാക്കി കുറച്ച് പേർ ഈ കാഴ്ച കണ്ട് അൺകോൺഷ്യസ് ആയി. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് യന്ത്രത്തിൻ്റെ മുഴുവൻ അലൈൻമെൻറ്റും തെറ്റി. വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ദ യന്ത്ര ഫെയിൽഡ് കംപ്ലീറ്റ്ലി.
ആൻഡ് ആദി ഗോട്ട് വെരി വെരി ആംഗ്രി. അവൻ്റെ കോപം കണ്ട് വേറെ ഒരു ഗ്രൂപ്പും പേടിച്ചോടിപ്പോയി. നേരം പുലർന്നപ്പോൾ ബാക്കിയുണ്ടായിരുന്ന എല്ലാവരെയും അവൻ തിരിച്ചയച്ച് അവനും 7 യോഗിനികൾ മാത്രം കുറേ നേരം പല ആലോചനകളിൽ മുഴുകിയിരുന്നു. ആ യോഗിനികൾക്ക് നന്നായി അറിയാം, യന്ത്രം കൊളാപ്സ് ആയതുകൊണ്ടല്ല ആദി വിഷമിക്കുന്നത്. പക്ഷേ ആദി യോഗിയാവുന്നതിന് മുൻപ് കർണാടകയിലെ ഇന്നത്തെ ഉടുപ്പിയിലുണ്ടായിരുന്ന ആഗ്നേയം എന്ന വലിയൊരു സാമ്രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. അലുപ്പ ഡൈനാസ്റ്റി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആഗ്നേയം ഉണ്ടായിരുന്ന സ്ഥലം വേറൊരു പേരിൽ ഇപ്പോഴും കാണാൻ പറ്റും. ആ സാമ്രാജ്യം മുഴുവനായി ഉപേക്ഷിച്ച് സന്യസിക്കാനല്ല അവൻ വന്നത്. ആത്മവേണി എന്ന് അവൻ പേരിട്ട് വിളിച്ച യന്ത്രം പൂർത്തിയാകുന്നവരെ ഒന്ന് മാറി നിൽക്കാനും യന്ത്രം പൂർത്തിയായ ശേഷം അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകാനുമായിരുന്നു തീരുമാനം. പക്ഷേ യന്ത്രം ഫെയിലായതുകൊണ്ട് തിരിച്ചു പോകാനുള്ള ധൈര്യം അവനില്ല. ഒരു ഫെയിലിയറായി അമ്മയുടെ മുന്നിൽ നിൽക്കാനുള്ള മനസ്സ് ഒട്ടുമില്ല. കുറേ നേരം അനേകം വേദനയിലും വിഷമത്തിലും അവനിരുന്നു. ദെൻ പെട്ടെന്ന് എന്തോ തീരുമാനിച്ച പോലെ എണീറ്റ് നിന്ന് അവിടെയുണ്ടായിരുന്ന യോഗിനികളോട് അവനൊരു സ്റ്റേറ്റ്മെൻറ്റ് നൽകി. ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ്. കൃത്യസമയമാവുമ്പോൾ എല്ലാ തെറ്റുകളും തിരുത്താൻ സഹായിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ വീണ്ടും ജനിക്കും. ആ ജന്മത്തിൽ നിങ്ങൾ 7 പേരെയും അമ്മയെയും എന്നെ കാത്തിരിക്കുന്ന അന്നപൂർണയെയും വീണ്ടും കണ്ടുമുട്ടി നമ്മൾ ഒരുമിച്ച് ആത്മവേണി വീണ്ടും സാക്ഷാത്കരിക്കും. ഇത്രയും പറഞ്ഞ് ശിവരാത്രിയുടെ അടുത്ത ദിവസം സന്ധ്യയ്ക്ക് ഒരു മലമുകളിൽ ആദി അപ്രത്യക്ഷനായി. ശേഷം എപ്പോൾ എവിടെ അവൻ ശരീരം ഉപേക്ഷിച്ചു എന്നത് 7 യോഗിനികൾക്ക് മാത്രം അറിയുന്ന രഹസ്യമായി ഇന്നും തുടരുന്നു. ഈയൊരു പവർഫുൾ ഇൻസിഡൻറ്റ് നടന്നിട്ട് ഇപ്പോൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. ബട്ട് ഈവൻ ടുഡേ സദേൺ ഇന്ത്യയിലെ പല ഭാഗത്തും ആദിക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച ക്ഷേത്രങ്ങളുണ്ട്. പുറമേ അതൊരു ശിവക്ഷേത്രമായി ജനങ്ങൾക്ക് തോന്നുമെങ്കിലും അവിടെയുള്ള ശിവലിംഗത്തിൽ ആവാഹിച്ചിരിക്കുന്നത് ഈ യോഗിയുടെ സാന്നിധ്യത്തെയാണ്. കാഞ്ചീപുരം, തഞ്ചാവൂർ, കുടജാദ്രി, ഉടുപ്പി, മൂകാംബിക പോലുള്ള പശ്ചിമഘട്ടവുമായി ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ബന്ധമുള്ള സ്ഥലങ്ങളിൽ ഹൈന്ദവ വിധിപ്രകാരം അല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന ഏത് ശിവപ്രതിഷ്ഠ കണ്ടാലും അത് ആദിയായിരിക്കാനാണ് 80% സാധ്യത. ആദ്യ ശരീരം ഉപേക്ഷിച്ച ഇവൻ്റ് പോലും ഹിസ്റ്റോറിക്കൽ എവിഡൻസായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സങ്കല്പത്തിനപ്പുറമുള്ള അത്ഭുതമാണ്. കഷ്ടിച്ച് 23 വയസ്സുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ക്ഷേത്രം നിർമ്മിക്കുക, അവനെ ശിവനായി ആരാധിക്കുക, ഭൈരവൻ പാട്ടിൻ്റെ രൂപത്തിൽ അവൻ്റെ സാന്നിധ്യത്തെ ആഘോഷിക്കുക. ദിസ് ഈസ് ബിയോണ്ട് എനി ഹ്യൂമൻ ലോജിക്. ആദിയെപ്പറ്റി അറിയുന്ന ഓരോരുത്തർക്കും, എസ്പെഷ്യലി ഇൻ കർണാടക, ശിവരാത്രി ശിവൻ്റെ മാത്രം ദിവസമല്ല, അത് ആദിയുടെ കൂടെയാണ്. ആത്മവേണി എന്ന മഹായന്ത്രം നിർമ്മിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു അടയാളം കൂടെയാണ്. എന്തെങ്കിലും ഒരു ദിവസം ആദി വാക്ക് കൊടുത്ത പോലെ വീണ്ടും തിരിച്ചു വരുമെന്ന് അവർ വിശ്വസിക്കുന്നു. അവൻ്റെ നന്മയ്ക്കും പുനർജന്മത്തിനും വേണ്ടി എല്ലാ ശിവരാത്രിയും പലതരം പ്രാർത്ഥനകളിൽ ലയിക്കുന്ന ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ഇന്നുമുണ്ട്. ഈ ശിവരാത്രി ശിവൻ്റെ മാത്രമല്ല, ആദിയുടെയുമാണ്.